ഹായ് ഓൾ, ദിസ് ഈസ് അമൽഡ. വെൽക്കം ടു സോഹോ ബുക്സ് മലയാളം ട്യൂട്ടോറിയൽ. ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് സോഹോ ബുക്സിലെ സെയിൽസ് റിപ്പോർട്ട്സിനെ പറ്റിയാണ്. നമുക്കറിയാം, റീസെൻ്റ്ലി സോഹോ ബുക്സിൻ്റെ റിപ്പോർട്ടിങ്ങിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്, അലൈൻമെൻറ്റിലും കാര്യങ്ങളിലൊക്കെ. അപ്പം നമുക്ക് റിപ്പോർട്ട്സ് ഏതൊക്കെയാണ് സോഹോ ബുക്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, ഈ സെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. റിപ്പോർട്ട് കാറ്റഗറിയിൽ ഇപ്പോൾ നമുക്ക് ലിസ്റ്റ് ചെയ്ത് വരുന്നുണ്ട് 3 റിപ്പോർട്ട്സ് ആണുള്ളത്: സെയിൽസ് ബൈ കസ്റ്റമർ, സെയിൽസ് ബൈ ഐറ്റം ആൻഡ് സെയിൽസ് ബൈ സെയിൽസ് പേഴ്സൺ. സെയിൽസ് ബൈ കസ്റ്റമർ എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു കസ്റ്റമറിന് കൊടുത്തിട്ടുള്ള ഇൻവോയ്സ് കൗണ്ടിൻ്റെ ബേസിസിലായിരിക്കും ആ റിപ്പോർട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ കാണാം, ഇതിൻ്റെ കസ്റ്റമറുടെ നെയിം ഫസ്റ്റ് വന്നിട്ടുണ്ട്, അവർക്ക് പോയിട്ടുള്ള ഇൻവോയ്സിൻ്റെ കൗണ്ട് ഉണ്ട്, ടോട്ടൽ എമൗണ്ട് ഓഫ് സെയിൽസ്, ടോട്ടൽ എമൗണ്ട് സെയിൽസ് വിത്ത് ടാക്സ്. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് കാണിക്കുന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ 2 ഇൻവോയ്സിന് സ്പ്ലിറ്റപ്പ് നമുക്കിവിടെ കാണുന്നുണ്ടാവും. ഇതാണ് നമുക്ക് ഒരു കസ്റ്റമർ വൈസുള്ള സെയിൽസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സെയിൽസ് ബൈ ഐറ്റം ആണ്. ഇപ്പം നമുക്ക് ഒരു ഐറ്റമാണ് ഇവിടെ ഉള്ളത്. അത് നമുക്ക് ക്വാണ്ടിറ്റി 3 ക്വാണ്ടിറ്റി സെയിൽ എന്ന് കാണിക്കുന്നുണ്ട്, എമൗണ്ട് 27,000 എന്ന് കാണിക്കുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു കസ്റ്റം ഫീൽഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഐറ്റം മാസ്റ്ററിലെങ്കിൽ, ഇപ്പോൾ ബ്രാൻഡ് വൈസ് ഒക്കെ നമുക്ക് സെയിൽസ് റിപ്പോർട്ട് എടുക്കാൻ പറ്റുന്നത് ഇവിടെ നിന്നാണ്. ഇപ്പം നമ്മൾ ഈ മോർ ഫിൽറ്ററിൽ പോയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു കസ്റ്റം ഫീൽഡ് അത് സെലക്ട്, ഇപ്പോൾ ബ്രാൻഡ് ആണെങ്കിൽ ബ്രാൻഡ് ഈസ് എന്നിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ബ്രാൻഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബ്രാൻഡിൽ പോയിട്ടുള്ള സെയിൽസ് കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ആ ഒരു നമ്മുടെ കസ്റ്റം ഫീൽഡിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ റിപ്പോർട്ട് ഫിൽറ്റർ ചെയ്തെടുക്കുന്നത്. ഇനി അടുത്ത റിപ്പോർട്ടാണ് സെയിൽസ് ബൈ സെയിൽസ് പേഴ്സൺ. നമ്മളൊരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സെയിൽസ് പേഴ്സണെ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ സെയിൽസ് പേഴ്സണെ ബേസ് ചെയ്ത് നമുക്കിവിടെ റിപ്പോർട്ട് വരുന്നുണ്ടാവും. ഓരോ സെയിൽസ് പേഴ്സണും ആ മന്തിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു റേഞ്ച് ഓഫ് പീരീഡിൽ എത്ര സെയിൽസ് ചെയ്തു എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും.